നമ്മളെപ്പോഴും പറയാറുണ്ട് മൊബിലിറ്റി സ്ട്രെച്ചിങ്സ് വാമപ്പ് എന്തൊക്കെയാന്ന്. ഇത് തിയറി വൈസ് മാത്രം നമ്മൾ പറഞ്ഞാൽ മതിയോ? ഉറപ്പായിട്ടല്ല. പ്രാക്ടിക്കൽ വൈസ് ആരും പറയാൻ മുതിരാറുമില്ല, അത് കേൾക്കാനായിട്ട് ആരും തയ്യാറെടുക്കത്തുമില്ല. അപ്പൊ നമുക്കിന്ന് അതാണ് നോക്കേണ്ടത്. അപ്കമിംഗ് വർക്കുള്ളതൊക്കെ വേണ്ടി നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒന്നാണ് മൊബിലിറ്റി സ്ട്രെച്ചിങ്സ് വാമപ്പ്. അത് ചെയ്തിരിക്കുക തന്നെ ചെയ്യണം. കാരണം വെച്ചാൽ ഒരുപാട് ഇഞ്ചുറീസും കാരണങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് മൊബിലിറ്റിയിലൊന്നും തുടങ്ങാം. മൊബിലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ജോയിന്റ്സിനെല്ലാം മൂവ്മെന്റ് ചെയ്യുന്നതാണ് മൊബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മൊബിലിറ്റി നമുക്ക് നാലായിട്ട് തിരിക്കാം: നെക്ക് ജോയിന്റ്സ്, ഷോൾഡർ ജോയിന്റ്സ്, സ്കാപ്പുല ജോയിന്റ്സ് ആൻഡ് ഹിപ്പ് ജോയിന്റ്സ്. അപ്പൊ നമുക്ക് നെക്ക് ജോയിന്റ്സിൽ എന്തൊക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ നെക്കിൽ ചെയ്യുന്നത് ഫസ്റ്റ് സീലിംഗിൽ നോക്കുക, നേരെ ഗ്രൗണ്ടിൽ നോക്കുക. 1 1 2 2 ഒരു 10 ടൈംസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സൈഡ് ടു സൈഡ് 1 1 2 2 ഒരു 10 ടൈംസ് ചെയ്യാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് റൊട്ടേഷൻ കൊടുക്കുക, നെക്ക് റൊട്ടേഷൻ ചെയ്യുക. 1 2 3 ചെയ്യുക. അതുപോലെ തിരിച്ച് ഓപ്പോസിറ്റും 1 2 3 ചെയ്യുക. ഇതൊരു 3 ടൈംസ് ചെയ്താൽ മതിയാകും. ഇത് മൂന്നും ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നെക്ക് ജോയിന്റിലെ മൂവ്മെന്റ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ഷോൾഡർ ജോയിന്റിലേക്കാണ്. ഷോൾഡർ ജോയിന്റ് നമ്മൾ ഷോൾഡർ റൊട്ടേഷൻ കൊടുക്കാം. അത് നമുക്ക് ബാക്കിലേക്കും കൊടുക്കാം, ഫ്രണ്ടിലേക്കും കൊടുക്കാം. അത് നമുക്കൊരു 10 റെപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നതാണ് ക്രോസ് വൈഡ്. അത് ഒരു ഡയറക്ഷനിലേക്ക് ചെയ്ത് കഴിഞ്ഞ് അടുത്ത ഡയറക്ഷനിലേക്കും ചെയ്യാം. ഇത് രണ്ടും 10 റെപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം രണ്ട് കൈ നൂത്ത് വെച്ചിട്ട് ഷോൾഡർ നെക്സ്റ്റ് റൊട്ടേഷൻ ഇതുപോലെ സർക്കിൾ പോലെ വരയ്ക്കുക. ഒരു രണ്ട് വൈറ്റ് ബോർഡ് സാങ്കൽപ്പിച്ച് വെച്ചിട്ട് വൈറ്റ് ബോർഡിൽ നമ്മൾ സർക്കിൾ വരയ്ക്കുന്നത് പോലെ സർക്കിൾ വരയ്ക്കുക. തിരിച്ചതുപോലെ ഓപ്പോസിറ്റ് സർക്കിൾ വരയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡർ മൊബിലിറ്റി കംപ്ലീറ്റ് ആവും. അടുത്ത നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്കാപ്പുല ജോയിന്റ്സ് ആണ്. സ്കാപ്പുല ജോയിന്റ്സ് വെച്ചാൽ ഈ ഒരു ഏരിയയിലുള്ള ജോയിന്റ്സിനെയാണ് സ്കാപ്പുല ജോയിന്റ്സ് പറയുന്നത്. സ്കാപ്പുല ജോയിന്റ്സിന്റെ മൂവ്മെന്റ് ജസ്റ്റ് നോക്കിയോ. രണ്ട് കൈ ഫ്രണ്ടിലോട്ട് നൂത്ത് വെച്ചിട്ട് ബാക്കിലോട്ട് മൂവ് ചെയ്യുക ആൻഡ് റിലീസ് ചെയ്യുക. 1 2 അങ്ങനെ ഒരു 10 ടൈംസ് ചെയ്യുക. അതുപോലെ രണ്ട് കൈ മുകളിലോട്ട് വെച്ചിട്ട് 1 2 3 അതും ഒരു 10 ടൈംസ് ചെയ്യാം. ആൻഡ് ദെൻ ലാസ്റ്റ് സ്കാപ്പുലർ മൊബിലിറ്റി രണ്ട് കാലും വൈഡാക്കി വെച്ചിട്ട് വിൻമിൽ ചെയ്യുക. ഇതുപോലെ വിൻമിൽ ചെയ്യുക. 1 1 2 2 അതും ഒരു 10 ടൈംസ് ചെയ്യുക. ഇത് ഇത്രയും കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കാപ്പുല ജോയിന്റിലെ മൂവ്മെന്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ജോയിന്റിലേക്കാണ് പോകുന്നത്. അതാണ് ഹിപ്പ് ജോയിന്റ്. ഹിപ്പ് ജോയിന്റ്സിൽ ഫസ്റ്റ് ചെയ്യേണ്ട മൊബിലിറ്റി എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹിപ്പ് റൊട്ടേഷൻ ആണ്. 10 ടൈംസ് ചെയ്യുക. തിരിച്ചതുപോലെ ഓപ്പോസിറ്റ് 10 ടൈംസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വോൾ എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ട് ഇതുപോലെ സപ്പോർട്ട് ചെയ്തിട്ട് കാല് സ്വിങ് ചെയ്യുക. ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും സ്വിങ് ചെയ്യുക. ദെൻ സൈഡ് സ്വിങ് ചെയ്യുക. ഓക്കെ, അതിന്റെ കൂടെ തന്നെ ഈ ഒരു മൊബിലിറ്റി കൂടെ ഹിപ്പിലോട്ട് ചെയ്യേണ്ടതാണ്. അത് അകത്തോട്ട് ചെയ്യണം. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുക. അത് തിരിച്ചും ഓപ്പോസിറ്റും ചെയ്യേണ്ടതാണ്. ഇത് ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൊബിലിറ്റി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് സ്ട്രെച്ചിങ്സ്. അപ്പോ നമ്മൾ സ്ട്രെച്ചിങ്സ് എന്ന് പറയുന്നത് ഒരു ജോയിന്റിൽ കൂടുതൽ ജോയിന്റ് നമ്മൾ ഒരു ടൈമിൽ മൂവ് ചെയ്യുന്നതിന് പറയുന്നതാണ് സ്ട്രെച്ചിങ്സ്. അപ്പൊ നമ്മൾ സ്ട്രെച്ചിങ്സിൽ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്ക്വാട്ട് ആണ്. സ്ക്വാട്ട് ചെയ്യുന്നതിന്റെ റൂൾ എന്ന് വെച്ചാൽ നമ്മൾ ഹിപ്പ് സ്റ്റാൻസിൽ നിൽക്കുക, ടോ വൈഡ് ചെയ്യുക. അതായത് ഹിപ്പ് സ്റ്റാൻസിൽ നിൽക്കുന്നു, ടോ വൈഡ് ചെയ്യുന്നു. സിമിലർ ഒന്ന് ഇരിക്കുന്നു, നേരെ എണീക്കുന്നു. 1 2 3 അങ്ങനെ 10 വെച്ച് 3 സെറ്റ് ചെയ്യേണ്ടതാണ്. അടുത്തത് ലെഞ്ചസ്. അതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതാണ് സൈഡ് ലെഞ്ചസ്. രണ്ട് ലെഗും ഇങ്ങനെ വൈഡ് ചെയ്ത് വെക്കുക, സൈഡിലേക്ക് ഒന്നിരിക്കുക, വീണ്ടും എഴുന്നേക്കുക, നെക്സ്റ്റ് സൈഡിലേക്ക്. അങ്ങനെ രണ്ട് സൈഡും 10 വെച്ച് ചെയ്യുക. ഇത് 3 സെറ്റ്. ഇപ്പൊ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സൈഡ് ലഞ്ചസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വോളിൽ എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത് വോളിൽ പിടിച്ചുകൊണ്ട് തന്നെ ഇതുപോലെ സൈഡ് ലഞ്ചസ് ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഓവർ വെയിറ്റഡ് ആണെങ്കിലും ഇത് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും സപ്പോർട്ടോടി കൂടി മാത്രം ഇത് ചെയ്യുക. നെക്സ്റ്റ് വൺ ഫോർവേഡ് ലഞ്ചസ്. ഫോർവേഡ് ലഞ്ചസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇതുപോലെ ഒരു കാല് ഫ്രണ്ടിലോട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ കൈയുടെ ഒരു മൂവ്മെന്റിനോട് കൊടുക്കുക. ഇതുപോലെ കാല് ഫ്രണ്ടിലോട്ട് വയ്ക്കുമ്പോൾ കൈ ഈ ഒരു മൂവ്മെന്റിനോട് കൊടുക്കുക. 1 2 ഒരു കാല് കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് അടുത്ത കാലിലോട്ട് പോവേണ്ടതാണ്. ഇപ്പൊ നമ്മുടെ സ്ട്രെച്ചിങ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് വാമപ്പ് സെക്ഷനിലേക്കാണ്. വാമപ്പ് എന്ന് പറയുന്നത് അപ്കമിങ് വർക്കൗട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ബോഡിയെ ഫുള്ളി ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് വാമപ്പ്. നമ്മുടെ വാമപ്പിലേക്ക് പോവാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വാമപ്പിൽ ചെയ്യാൻ പറ്റും. ജമ്പിങ് ജാക്സ്, റണ്ണിങ്, സ്റ്റാൻഡിങ് റണ്ണ്, സ്കിപ്പിങ്, ഇവയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്നാലും അത് വാമപ്പിൽ പെടുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് 3 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ജമ്പിങ് ജാക്സ്. ഇത് നമ്മള് ബിഗിനറിനാണെങ്കിൽ 30/3 സെറ്റ്സും അല്ലാന്നുണ്ടെങ്കിൽ 50/3 സെറ്റ്സും ആണ് ചെയ്യാറ്.
നെക്സ്റ്റ് വൺ സ്കിപ്പിംഗ്. നിങ്ങളുടെ കയ്യിൽ ഒരു സ്കിപ്പിംഗ് റോപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ കയ്യിൽ ഒരു സ്കിപ്പിംഗ് റോപ്പ് ഉണ്ടെന്ന് ഇമാജിൻ ചെയ്തുകൊണ്ട് സ്കിപ്പ് ചെയ്യുക. ഇതും നമ്മൾ സെയിം റൂളിലാണ് ചെയ്യുന്നത്. 30/3 സെറ്റ്സ് ബിഗിനർ ആണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ 50/3 സെറ്റ്സ്. നെക്സ്റ്റ് വൺ സ്റ്റാൻഡിംഗ് റൺ. ഇത് 30 സെക്കൻഡ്/3 സെറ്റ്സ് ആണ് നമ്മൾ ചെയ്യാറ്. ഇതാണ് സ്റ്റാൻഡിംഗ് റൺ. ഇപ്പൊ നമുക്ക് മൊബിലിറ്റി സ്ട്രെച്ചിങ്സ് വാമപ്പ് എന്തൊക്കെയാണെന്ന് മനസ്സിലായി. നമ്മൾ ഉറപ്പായിട്ടും വർക്കൗട്ടിന് മുന്നേ ചെയ്യേണ്ടതാണ് ഇത്രയും 3 കാര്യങ്ങൾ. ഉറപ്പായിട്ടും നിങ്ങൾ മറക്കാതിരിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. ഇത് നിങ്ങൾ വർക്കൗട്ടിന് മുന്നേ ഉറപ്പായിട്ടും ചെയ്യുക.